നമസ്കാരം. ഇടുക്കിയിൽ നിന്ന് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന കയ്യേറ്റ കഥകളും നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടിയെ മറയാക്കി CPM-ന്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസും മകനും മരുമകനും ബിനാമികളും ചേർന്ന് നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ പാറ ഖനനം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചീഞ്ഞു നാറുന്ന കഥകളുമാണ്. ജീവൻ പണയപ്പെടുത്തി ചിത്രീകരിച്ച ദൃശ്യങ്ങളടക്കമാണ് ഞങ്ങൾ ഈ വീഡിയോ പുറത്തുവിടുന്നത്. ഈ വീഡിയോയുടെ പേരിൽ ഇനിയും ഞങ്ങളെ പോലീസ് വേട്ടയാടിയേക്കാം. പക്ഷേ പിന്നോട്ടില്ല. കാരണം നിരാലംബരും നിസ്സഹായരുമായ വലിയൊരു കൂട്ടം ജനങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് പിന്നാലെ നമ്മുടെ ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയം മറയാക്കി നിസ്സഹായരെ അടിച്ചമർത്തുന്നവരുടെയും വിരട്ടി നിർത്തുന്നവരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുക തന്നെ വേണം. നമ്മളാണ് യജമാനന്മാർ, നമ്മളെ അടക്കി ഭരിക്കുന്നവർ നമ്മുടെ ബാല്യക്കാരാണെന്നും അടിച്ചമർത്തുന്നവർക്കെതിരെ പ്രതികരിക്കണമെന്നുമുള്ള ചിന്തയും ചങ്കൂറ്റവും ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിനുണ്ടാകണം. അതിനുവേണ്ടി മാത്രമാണ് ജീവൻ പോലും വകവയ്ക്കാതെ ഈ ദൃശ്യങ്ങളും കുറെ യാഥാർത്ഥ്യങ്ങളും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടുതലാണ്, എങ്കിലും നിങ്ങളിത് കാണണം ആദ്യാവസാനം. CPM-ന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് എന്ന ചള്ളക്കുഴിയിൽ വർഗീസ് മകൻ വർഗീസിൽ നിന്നു തന്നെ തുടങ്ങണം. എന്നാൽ മാത്രമേ CPM എന്ന പ്രസ്ഥാനത്തെ മറയാക്കി പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള, നാവെടുത്താൽ ഭീഷണിയും പുലഭ്യവും മാത്രം വിളമ്പുന്ന വർഗീസ് എന്ന പഴയ പുല്ലുചെത്തുകാരൻ എങ്ങനെ നാടും നാട്ടാരും ഭയക്കുന്ന ഇന്നത്തെ CV വർഗീസായി എന്ന് മനസ്സിലാകൂ. പാർട്ടിയെ മറയാക്കിയാണ് വർഗീസ് ഇക്കണ്ട കളികളെല്ലാം കളിക്കുന്നത് എന്നുള്ളത് അങ്ങാടിപ്പാട്ടാണ്. തങ്കമണിയിലും തടിയമ്പാട്ടും മുരിക്കാശ്ശേരിയിലുമടക്കം ഇടുക്കിയിലെങ്ങും. പുല്ലുചെത്തുകാരനായിരുന്ന വർഗീസ് ഇന്ന് കോടികളുടെ അധിപനാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇടുക്കി ജില്ലയിലും അയൽ ജില്ലകളിലുമടക്കം സർവീസ് നടത്തുന്ന അപ്പൂസ് എന്ന പേരിലുള്ള 19 സ്വകാര്യ ബസ്സുകൾ, ഹിറ്റാച്ചികൾ, JCB-കൾ, ടിപ്പർ, ടോറസ്, മിനി ലോറികൾ ഇതെല്ലാം മകൻ അമൽ വർഗീസിൻ്റെതാണത്രേ. മരുമകനും കോൺട്രാക്ടറുമായ അജിത്തിന്റെ പേരിലുള്ള ടോറസ് ലോറികളും മറ്റു വാഹനങ്ങളും വേറെ. ഇനി ഇടുക്കിയിലെ ചില അനധികൃത പാറ ഖനനം കാണുക. ഇത് വാത്തിക്കുടി പഞ്ചായത്തിലെ കള്ളിപ്പാറ ജോസുപുരത്ത് കുളം നിർമ്മാണത്തിന്റെ മറവിൽ നടത്തുന്ന അനധികൃത പാറ ഖനനമാണ്. വാത്തിക്കുടി പഞ്ചായത്ത് ജോസുപുരം മുൻ വാർഡ് മെമ്പറായ ഷിൻഡോ ജോർജ് ഓലിക്കരോട്ടിൻ്റെതാണ് ഈ ഭൂമി. ഇവിടെ നിന്ന് പാറ പൊട്ടിച്ചു കടത്തിയപ്പോൾ ജിയോളജി വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ്. എന്നാൽ ആ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പിന്നെയും അവിടെ പാറ പൊട്ടിക്കലും കടത്തലും തുടർന്നു. തൊട്ടടുത്തുള്ള ചില വീടുകളുടെ ഭിത്തികൾ വിണ്ടുകീറി. ഈ പാറ പൊട്ടിക്കുന്നതിന് നിർദ്ദേശം നൽകിയത് ആര്? ഏതൊക്കെ ടിപ്പറുകളിലാണ് പാറ കടത്തിയത്? ആരുടെയൊക്കെ സ്വകാര്യ വാഹനങ്ങളിൽ ആരൊക്കെ അവിടെ വന്നു എന്നുള്ളതിൻ്റെയൊക്കെ തെളിവുകൾ പിന്നാലെ പുറത്തുവിടും. അടുത്തത് ചെറുതോണി ടൗണിൽ CITU ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ നേരെ എതിർവശത്തുള്ള പാറ ഖനനമാണ്. റോഡ് വീതി കൂട്ടുന്നതിന്റെ പേരിലാണ് ഇവിടെ പാറ പൊട്ടിക്കൽ തുടങ്ങിയത്. പിന്നീട് പൊട്ടിക്കുന്ന പാറ പുറത്തേക്ക് കടത്തി തുടങ്ങി വിവാദമായപ്പോൾ ആദ്യം ജിയോളജി വകുപ്പും പിന്നീട് ഡാം സേഫ്റ്റി അതോറിറ്റിയും സ്റ്റോപ്പ് മെമ്മോ നൽകി. പക്ഷേ എന്നിട്ടും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ചെറുതോണി പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് പാറ പൊട്ടിക്കൽ. പൊട്ടിച്ചിട്ട ലോഡ് കണക്കിന് പാറ മോഷണം പോയെന്നാണ് വിശദീകരണം. വിമലഗിരി പാണ്ടിപ്പാറ റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ പാറ ഖനനം നടത്താനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ. പൊട്ടിക്കാൻ പാറ ഉള്ളയിടം നോക്കി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്ന ചില കരാറുകാരുണ്ട് ഈ പ്രദേശത്ത്. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെയാണിത്. കാരണം നിർമ്മാണ പ്രവൃത്തി നടത്തി കിട്ടുന്ന ലാഭത്തിന്റെ പല മടങ്ങ് ലാഭം റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ പൊട്ടിച്ചു കടത്തുന്ന പാറയിലൂടെ കിട്ടും.
ഇനി കാണുന്ന ദൃശ്യങ്ങൾ മരിയാപുരത്തിനടുത്തുള്ള കോറയുടേതാണ്. ദൂരെ നിന്നുള്ള കാഴ്ചയാണിത്. ഒരു മലയുടെ പകുതിയോളം പൊട്ടിച്ചു മാറ്റിയിരിക്കുന്നു. ഈ കോറയുടെ പ്രവേശന കവാടത്തിൽ ഇരുമ്പ് പൈപ്പ് വെച്ച് ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയായതുകൊണ്ടാണ് ഇത് ചിത്രീകരിക്കാൻ കഴിഞ്ഞത്. ഇക്കണക്കിന് പോയാൽ വരുന്ന ഏതാനും മാസങ്ങൾ കൊണ്ട് ഈ മല ഒന്നാകെ ഇല്ലാതാകും. ഇനിയുള്ളത് മൂന്നാർ ഗ്യാപ്പ് റോഡിലുള്ള അനധികൃത പാറ പൊട്ടിക്കലാണ്. ദേശീയപാത 85-ൽ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള റോഡ് വീതി കൂട്ടാനും ടോൾ പ്ലാസ നിർമ്മാണത്തിനുമായി 2017-ലാണ് ഗ്യാപ്പ് റോഡിൽ നിന്ന് പാറ പൊട്ടിക്കാൻ തുടങ്ങിയത്. ആദ്യം റോഡ് നിർമ്മാണത്തിനായിരുന്നെങ്കിലും പിന്നീട് സംസ്ഥാനത്തിന്റെ പുറത്തേക്കും പാറ കടത്തി വിറ്റു. ഗ്യാപ്പ് റോഡിന്റെ ഒരു ഭാഗം മുഴുവൻ തുരന്നതിനെ തുടർന്ന് മണ്ണിടിഞ്ഞു വീണ 2 തൊഴിലാളികൾ മരിച്ചു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിലയ്ക്കുകയും പ്രതിഷേധം കനക്കുകയും ചെയ്തു. ഗത്യന്തരമില്ലാതെ മാസങ്ങൾക്കു ശേഷം ജിയോളജി വകുപ്പ് അന്വേഷണം തുടങ്ങി. ഈ അന്വേഷണത്തിൽ 30 കോടി രൂപയുടെ പാറ കരാറുകാരൻ പൊട്ടിച്ചു കടത്തിയതായി കണ്ടെത്തി. എന്നാൽ 30 കോടി രൂപയുടെ പാറ പൊട്ടിച്ചു കടത്തിയതായി അധികൃതർ തന്നെ കണ്ടെത്തിയ ഇയാൾക്ക് വെറും 4.5 കോടി രൂപ മാത്രമാണ് പിഴയിട്ടത്. എന്നാൽ 1000 കോടി രൂപയുടെയെങ്കിലും പാറ ഗ്യാപ്പ് റോഡിൽ നിന്ന് പൊട്ടിച്ചു കടത്തിയിട്ടുണ്ടെന്ന് അന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ജിയോളജി വകുപ്പിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും വിദഗ്ധ സമിതി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഇക്കഴിഞ്ഞ ഞായറാഴ്ചയും ഇവിടെ പാറ പൊട്ടിക്കൽ നിർബാധം നടന്നു. ഇത് ഇടുക്കിയിലെ ചില ഖനനങ്ങൾ മാത്രമാണ്. കാഞ്ചിയാർ വെള്ളിലാം കണ്ടത്ത് നിന്ന് ഏലത്തോട്ടത്തിന് നടുവിലൂടെ 2 കിലോമീറ്റർ ചെല്ലുമ്പോൾ പടുക എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന അനധികൃത ക്വാറിയുടെ ദൃശ്യങ്ങൾ ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ടിരുന്നു. ഇതോടെ ആ വഴി കല്ലും തടിയും കൊണ്ട് തടസ്സപ്പെടുത്തുകയും CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു. 2024 ഒക്ടോബറിൽ ജിയോളജി വകുപ്പ് ഈ ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും വീണ്ടും ഖനനം തുടർന്നു. കുമളി സ്വദേശി ഷൈൻ വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയിൽ നിന്ന് 12,500 മെട്രിക് ടൺ പാറ അനധികൃതമായി പൊട്ടിച്ചു കടത്തിയിരുന്നു. സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനു പിന്നാലെ സ്ഥലമുടമ ഷൈൻ വർഗീസ് ഹൈക്കോടതിയെ സമീപിച്ചു. പൊട്ടിക്കുന്ന പാറ പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന നിർദ്ദേശത്തോടെ ഹൈക്കോടതി പാറ പൊട്ടിക്കലിന് അനുമതി നൽകി. എന്നാൽ പാറ പൊട്ടിച്ചു കടത്തിയത് CV വർഗീസിന്റെ മരുമകൻ അജിത്തിന്റെ സുഹൃത്തായ അനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു എന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഉപ്പുതോട് തങ്കമണി വില്ലേജുകളിൽ CV വർഗീസിന്റെ മരുമകൻ അജിത് കടലാടിയിൽ പാറ പൊട്ടിച്ചു കടത്തിയ വാർത്തയും പുറത്തു വന്നിരുന്നു. 2024 ഒക്ടോബറിൽ ഇവിടുത്തെ ഖനനം നിർത്തണമെന്നാവശ്യപ്പെട്ട ജില്ലാ ജിയോളജിസ്റ്റ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഉണ്ണികൃഷ്ണൻ കാവനാട് എന്നയാൾ 18,965 മെട്രിക് ടൺ കരിങ്കല്ല് പൊട്ടിച്ചു കടത്തിയെന്ന ജില്ലാ ജിയോളജിസ്റ്റ് കണ്ടെത്തുകയും റിപ്പോർട്ട് കളക്ടർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിൽ അനധികൃത പാറഖനനം വ്യാപകമാണെന്നും അജിത്തിനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട ജില്ലാ ജിയോളജിസ്റ്റ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായില്ല. തന്റെ മകനോ മരുമകനോ ഇത്തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ CV വർഗീസ് കൈവെടുക്കാൻ ശ്രമിച്ചു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ കരിങ്കല്ല് പൊട്ടിച്ചു കടത്തിയതും ഏലത്തോട്ടത്തിനുള്ളിൽ അനധികൃത ക്വാറി പ്രവർത്തിക്കുന്നതും ഉൾപ്പെടെയുള്ള 26 നിയമലംഘനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ജില്ലാ ജിയോളജിസ്റ്റ് കളക്ടർക്ക് നൽകി. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച വിവരങ്ങൾ നൽകാതെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം അട്ടിമറിച്ചു. CV വർഗീസ്, മകൻ അമൽ വർഗീസ്, മരുമകൻ അജിത് എന്നിവർക്കെതിരെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട ഉടുമ്പൻചോല തഹസീൽദാർ വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CPMO CV വർഗീസോ MM മണിയോ അറിയാതെ ഒരില പോലും അനങ്ങാത്ത ഇടുക്കിയിൽ
കോടതിയും സർക്കാർ വകുപ്പുകളും നൽകുന്ന സ്റ്റോപ്പ് മെമ്മോകളെ പോലും വകവയ്ക്കാതെ നഗരമധ്യത്തിൽ നിന്ന് പോലും കോടിക്കണക്കിന് രൂപയുടെ പാറ കടത്തുന്നു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഇവർക്ക് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്നു. ജില്ലാ കളക്ടർ വിഘ്നേശ്വരിയുടെ നേതൃത്വത്തിൽ അനധികൃത പാറ ഖനനത്തിനും കടത്തലിനുമെതിരെയുള്ള നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ്. പാർട്ടി നേതൃത്വം CV വർഗീസിനെ ഇനിയെങ്കിലും കടിഞ്ഞാണിട്ടില്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ അത് ദോഷം ചെയ്യുമെന്നുറപ്പാണ്.